ഈ കാണുന്നവരിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ സഖാക്കളെ? ജീവൻ കൊടുത്ത് സഖാവിന് വേണ്ടി പിരിച്ച പണം ഉളുപ്പില്ലാതെ അടിച്ച് അണ്ണാക്കി തള്ളിയെന്നാണ് ആരോപണം. എത്ര പണം പിരിച്ചു, എത്ര കാശ് കൊടുത്തു, എത്രയാണ് ബാക്കി എന്ന് മൂന്ന് ഫിഗർ കേരളത്തിന്റെ മേശപ്പുറത്ത് വെക്കാൻ ധൈര്യമുണ്ടോ പയ്യന്നൂർ നേതാക്കളെ? കെ രാഗേഷേ, 2008 അനിയൻ മരണപ്പെടുന്നത്. ഒരു വർഷം കഷ്ടിയാവുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ട് ഫണ്ട് ശേഖരിക്കുന്നത് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമീർ അക്കൗണ്ട് കൊടുക്കുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ചു. ഞങ്ങൾ 10-15 വർഷം കഴിഞ്ഞിട്ട് അറിയുന്നത് അത് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ പാർട്ടിയുടെ ലോകം സെക്രട്ടറി രവീന്ദ്രനായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ആ ക്യാഷ് അങ്ങനെ തന്നെ മാറ്റിയിട്ട് അയാൾ വീട് വിൽക്കാനും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി. അതങ്ങനെയല്ലല്ലോ സഖാവ്. രക്തസാക്ഷികൾ വെറും ഊമ്പന്മാർ മാത്രമാണ്. നിങ്ങൾക്ക് കൊടി പിടിക്കാനും കൊന്നൊടിക്കാനും നടക്കുമ്പോൾ ആലോചിക്കണം, ഇവന്മാർ ഏറ്റവും വലിയ ചെറ്റകളാണ്. കാരണം SDPIക്ക് നിരോധിച്ച സംഘടനയായിട്ട് കൂട്ടുപിടിച്ച് ഇപ്പോൾ വോട്ട് നേടാൻ വേണ്ടി കൂട്ടുനിൽക്കുമ്പോൾ അഭിമന്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ മരിച്ചിട്ട് SDPI ആണ് കൊന്നതെന്ന് വെച്ചിട്ട് ഇതുവരെയ്ക്ക് നീതി കിട്ടാത്ത ഒരു കുടുംബമുണ്ട്. ഇനിയെങ്കിലും ചിന്തിക്കുക, മരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം മാത്രമായിട്ട് പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയും വോട്ട് ബാങ്കുമാണ് കിട്ടുന്നത്. വോട്ട് ചെയ്യാൻ നേരത്തെ ചിന്തിക്കുക, ഈ വർഗീയ സംഘടന വേണോ? വർഗീയ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി പറഞ്ഞു നടക്കണം വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെ വേണം? പാർട്ടിയല്ല നോക്കേണ്ടത്, വ്യക്തികളെ വോട്ട് ചെയ്യുക. ഇനിയെങ്കിലും ചിന്തിക്കുക, ആർക്ക് വോട്ട് ചെയ്യണം? കൊടി പിടിക്കാനും കൊണ്ട ചുപ്പാനും നടക്കണമെന്നകത്ത് പ്രത്യേകിച്ച് പറയുന്നുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ആലോചിക്കുക, വോട്ട് ചെയ്യാൻ നേരത്ത് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് കണ്ട് പെരുമാറും.